2 ദിവസത്തിലേറെ എന്തിനു പറയണം. കഴിഞ്ഞ ഒരാഴ്ചയായി മലയാളികൾ എല്ലാവരും ഞെട്ടുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സംസാരിക്കുന്നത്. നടി അനുപമ പരമേശ്വരന് പറ്റിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. ഒരു നടനുമായി ഏറെ നാളത്തെ സൗഹൃദവും പ്രണയവും ഒടുവിൽ വിവാഹം വരെ എത്തി നിൽക്കുമ്പോഴായിരുന്നു അത് തകർച്ചയിലേക്ക് കലാശിച്ചത്. അത് വേണ്ട എന്ന് വെച്ചതും അനുപമ തന്നെയായിരുന്നു. അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ആ ഒരു വ്യക്തി കാരണം കരഞ്ഞ് കണ്ണീർ ഗ്രന്ഥി താഴേക്ക് ഇറങ്ങി അവസാനം അത് സർജറി പോലും ചെയ്യേണ്ടതായി വന്നു എന്നാണ്. ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു TV ചാനലിൽ എത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ കണ്ണിൻ്റെ പോളയിലുള്ള കണ്ണീർ ഗ്രന്ഥി ദിവസേന ഞാൻ കരഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു. അവസാനം സർജറി ചെയ്താണ് ഞാനത് മുകളിലേക്ക് മാറ്റിയത്. ഓരോരുത്തരും ഇതെടുത്തു പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരും ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കാം. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്കും അത് വളരെയധികം സ്നേഹമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയായി തന്നെ ഇതിനോടൊപ്പം ഇത് മാറുന്നു എന്നതുകൂടി നമുക്ക് എടുത്തു ചേർക്കാനും കൂട്ടിച്ചേർക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ അനുപമയ്ക്കും അനുഭവിക്കേണ്ടി വന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെയധികം വിഷമമുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാണ്, ഇത്തരത്തിലൊക്കെ അനുഭവിക്കേണ്ടി വന്നതിൽ ഞങ്ങൾ എല്ലാവരും തന്നെ സങ്കടപ്പെടുന്നുണ്ട്. അനുപമയ്ക്ക് അങ്ങനെ ഒരു അവസരം വരാൻ പാടില്ലായിരുന്നു. നല്ലൊരു പെൺകുട്ടിയായിരുന്നു. ഒരു കുറവുമില്ലാതെ വളരെയധികം സ്നേഹത്തോടെ എല്ലാവരും കാണുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. എന്നാൽ അനുപമയുടെ ജീവിതത്തിൽ ഇത്രമാത്രം വിഷമമുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ലല്ലോ കുട്ടി എന്നാണ് പലരും പറയുന്നത്. അത്ര പെട്ടെന്നൊന്നും കരയുന്ന ആളല്ല ഞാൻ. പക്ഷെ ഒരു ദിവസം ഒരു ചുവന്ന ചുരിദാറിട്ട് പങ്കെടുത്ത പർദ്ദയുടെ പ്രസ് മീറ്റിൽ ആ ജേർണലിസ്റ്റ് ചോദിച്ച ഒരു ചെറിയ ചോദ്യത്തിൽ ഞാൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. അതിന് കാരണം അതിന് തൊട്ട് മുൻപ് പോലും അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. പേഴ്സണൽ ലൈഫിൽ വലിയൊരു പ്രശ്നം നേരിടുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നത് വലിയ പ്രയാസമായ കാര്യമൊന്നുമല്ല എന്നും അങ്ങനെയാണ് എന്നുമാണ് അഭിമുഖത്തിൽ അനുപമ പരമേശ്വരൻ തന്നെ പറയുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ് എനിക്ക്. ഇത്തരത്തിൽ ആദ്യമൊക്കെ ഞാൻ നല്ല രീതിയിൽ അഭിനയിക്കാൻ നോക്കി, പക്ഷേ എനിക്ക് നടന്നില്ല എന്നതാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുകയും ചെയ്യുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ പറ്റും. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായും ഇത് മാറുന്നുണ്ട്. ഒരു അഭിമുഖത്തിലാണ് അനുപമ ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നത്. എല്ലാ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കുകയാണെന്ന് തന്നെ പറയാം. 2 വർഷത്തിനിടയിൽ അനുപമ പങ്കെടുത്ത പരിപാടികളുടെ എല്ലാ വീഡിയോകളും ഇപ്പോൾ വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നുണ്ട്. അതിൽ തന്നെയാണ് ഈ കണ്ണീർ ഗ്രന്ഥി താഴേക്ക് ഇറങ്ങി വരുന്നതും ചോദിച്ചാൽ പെട്ടെന്ന് കരയുന്ന സ്വഭാവക്കാരിയായി മാറിയ അനുപമയെ കാണാൻ സാധിക്കുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.